സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനെതിരെ 2018 ചാവേർ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി തമ്പ്രാക്കളുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളാകുന്നു, എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം ചിലർ കാണുന്നു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം. ഓസ്കാർ എൻട്രി കിട്ടിയ ചലച്ചിത്രത്തെ സംസ്ഥാന അവാർഡ് ജൂറി തഴഞ്ഞെന്നാണ് ആക്ഷേപം. ബിന റാണി ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ബിന, വേണു കുന്നപ്പിള്ളി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? അനിൽ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായും 2018 എന്ന ചിത്രം നമുക്കറിയാം. കേരളത്തിൽ 2018 നടന്ന വെള്ളപ്പൊക്കം, അതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും നടുക്കുന്ന ഓർമ്മകളാണുള്ളത്. അത്തരത്തിൽ നേരിട്ട് കണ്ട ഒരു വലിയ വിപത്തിന്റെ ഒരു ഭീകരത എല്ലാം കൂടെ ആവാഹിച്ചെന്ന് തന്നെ പറയാം. അത്തരത്തിൽ അത് പ്രവാളിയിൽ എത്തിയ ഒരു സിനിമയായിരുന്നു 2018. ആ 2018 ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഓസ്കാർ നോമിനേഷൻ വരെ നേടിയ ഒരു ചിത്രമാണ് 2018. ആ 2018 ഇത്തവണ മികച്ച കലാസംവിധായകനുള്ള പുരസ്കാരവും വിഷ്വൽ എഫക്ട്സിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ഒഴിച്ചാൽ മറ്റൊരു കാറ്റഗറിയിലും ഈ 2018 എന്ന സിനിമയെ പരിഗണിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. അതായത് ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമത്തിലെ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്, എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പ്രാക്കളുടെ പകയിൽ മോഹഭംഗങ്ങളായും സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളായും പ്രതീക്ഷകൾ നഷ്ടബോധങ്ങളായും എരിഞ്ഞടങ്ങുമ്പോൾ നിരാശയുടെ തേരിലേറി വിധിയെ പഴിക്കാതെ പകയേതുമില്ലാത്തവർ തരുന്ന ആ സുന്ദര പുലരിക്കായി കാത്തിരിക്കാമെന്നല്ലാതെ എന്ത് പറയാൻ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ. കുന്നപ്പിള്ളി, ജൂറി തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ ജൂറിയുടെ ഈ പ്രഖ്യാപനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടോ? അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ വല്ല നിയമ നടപടിയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് വല്ലതും സൂചിപ്പിച്ചിട്ടുണ്ടോ? അത്തരം ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളെ കുറിച്ചൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അത്തരത്തിലൊരു വ്യക്തത അതുമായി ബന്ധപ്പെട്ടില്ല. എന്നാൽ വലിയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രളയം പ്രമേയമായ ഈ ചിത്രത്തിൽ സർക്കാർ ഇടപെടലിനെ കുറിച്ച് അധികമൊന്നും പറഞ്ഞിരുന്നില്ല എന്നൊരു വിമർശനം അക്കാലത്ത് തന്നെ നേരിട്ടിരുന്നു. അതെല്ലാം പരിഗണിച്ചാവണം ഒരുപക്ഷെ തങ്ങളെ തഴഞ്ഞത് എന്നൊരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുള്ളത്. എന്തായാലും വലിയ ഓസ്കാർ നോമിനേഷൻ വരെ നേടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രത്തോളം കലാമൂല്യമുള്ള ഒരു ചിത്രം നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി, ഇല്ലെങ്കിൽ അത്തരം ഒരു മഹാവിപത്തിനെ ആസ്പദമാക്കി ചെയ്ത ഒരു ചിത്രത്തിന് വളരെ ജനസമ്മതി നേടിയതാണ്. എല്ലാവരും ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം, നടക്കുന്ന ഓർമ്മകളെ ഓർമ്മിപ്പിക്കുന്ന വിധം ആ ചിത്രം കണ്ടിറങ്ങിയതുമാണ്. ആ ഒരു ചിത്രത്തിനാണ് ഇത്തരത്തിലൊരു അവഗണന നേരിട്ടതെന്നുള്ള ഒരു വലിയ ഒരു വിമർശനമാണ് ഇപ്പോൾ നേരിടുന്നത്. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജനപ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് ഇതിനെതിരെ നിർമ്മാതാവ് ഷിബു സുശീലനും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് 2023 ജനപ്രിയ ചിത്രം ഏതായിരുന്നു എന്നാണ് അദ്ദേഹവും ചോദിക്കുന്നത്. അതായത് 2024 ഇറങ്ങിയ ആട് ജീവിതമായിരുന്നോ ഇത്തരത്തിലൊരു അവാർഡിന് അർഹനാകേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ നിർമ്മാതാവ് ഷിബു സുശീലനും ചോദിക്കുന്നത്. അതേസമയം 2018 തഴയുകയും ചെയ്തു. ഇത് വിവരക്കേട് അടിവരയിട്ട് പറയുകയാണ് എന്നൊരു പരാമർശമാണ് ഷിബു സുശീലനും ഇപ്പോൾ. നന്ദി ബീന. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനെതിരെ 2018 ചാവേർ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി തമ്പ്രാക്കളുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളാവുന്നു, എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം ചിലർ കാണുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം. ബീന റാണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.